നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജന പൊതുവാൾ. 2026 മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള കാലഘട്ടം ഓരോ കൂറുകാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാമെങ്കിലും പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമായി തീരും. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണം ലഭിക്കുമെങ്കിലും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉചിതമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തതയോടെ സംസാരിക്കുക. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കോ വിസ സംബന്ധമായ പ്രവർത്തനങ്ങൾക്കോ ഈ ആഴ്ചയുടെ അവസാനത്തോടെ അനുകൂലമായ സമയമാണ്. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിലുള്ള രീതിയിൽ മുന്നോട്ടു പോകുന്നത് ഗുണകരമാകും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് ഉത്തമമായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. മുൻകൂട്ടി നിശ്ചയിക്കാത്ത ചില ചിലവുകൾ ബിസിനസ്സിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നു. ഈ ആഴ്ച സാമ്പത്തികമായി നിങ്ങൾക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ ലഭിക്കാനുള്ള തുകകളിൽ നിന്നോ അപ്രതീക്ഷിതമായി പണം വന്നു ചേരാൻ സാധ്യത കാണുന്നു. വീടുപണി, വാഹന അറ്റകുറ്റപ്പണികൾ, കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവഴിക്കേണ്ടി വരും. പഴയ കടങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത് ആശ്വാസകരമാകും. കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ ആഴ്ച അനുയോജ്യമല്ല. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. അപ്രതീക്ഷിതമായി ബന്ധുക്കളുടെ സന്ദർശനം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാക്കാതെ നിന്നവർക്ക് നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ സംബന്ധിച്ചോ സ്കോളർഷിപ്പ് സംബന്ധിച്ചോ നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പഠനത്തോടൊപ്പം കലാകായിക രംഗത്തുള്ളവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ തലവേദനയോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. ദൂരയാത്രകൾ ഗുണകരമായി ഭവിക്കും. ദേഷ്യം നിയന്ത്രിക്കുന്നത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. പൊതുവെ സമാധാനവും പുരോഗതിയും നിറഞ്ഞ ഒരു ആഴ്ചയായിരിക്കും. ജോലിയിൽ വലിയ മാറ്റങ്ങൾക്കും അംഗീകാരങ്ങൾക്കും സാധ്യത കാണുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ കഴിവിൽ മേലുദ്യോഗസ്ഥർക്ക് വിശ്വാസം വർദ്ധിക്കും. IT, ബാങ്കിംഗ് മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. സഹപ്രവർത്തകർക്കിടയിൽ സ്വാധീനം വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് രേഖകൾ ശരിയാക്കുന്നതിലുണ്ടായിരുന്ന കാലതാമസം അവസാനിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും.
പുതിയ പങ്കാളിത്ത കരാറുകൾ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. വിപണിയിലെ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും പഴയ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലമായി ബിസിനസ്സിൽ അനുഭവപ്പെട്ടിരുന്ന മന്ദത മാറി ലാഭം വർദ്ധിക്കും. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ പുതിയ ശാഖകൾ തുടങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നുചേരാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനോ അറ്റകുറ്റപ്പണികൾക്കോ ആയി ചെറിയ തുകകൾ ചിലവഴിക്കേണ്ടി വരും. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന ചെറിയ കടങ്ങൾ വീട്ടാൻ ഈ ആഴ്ച സാധിക്കും. ബാങ്ക് ലോണുകൾക്ക് അപേക്ഷിച്ചവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ലഭിക്കും. മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ അനുകൂലമായ സാഹചര്യമുണ്ടാകും. അകന്നു നിന്നിരുന്ന ബന്ധുക്കളുമായി ഒത്തുതീർപ്പിലെത്താൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയും. ഗവേഷണ രംഗത്തുള്ളവർക്കും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഈ ആഴ്ച വളരെ അനുകൂലമാണ്. ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്ന സമയമാണിത്. കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ കഴിവുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളോ അമിതമായ ക്ഷീണമോ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ വിശ്രമം ഉറപ്പാക്കുക. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. സമൂഹത്തിൽ അന്തസ്സും ആദരവും വർദ്ധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി മാനിക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ചൊവ്വാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനം ചെയ്താലും അർഹമായ അംഗീകാരം ലഭിക്കാൻ അല്പം വൈകിയേക്കാം. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ജാഗ്രത വേണം. ഈ ആഴ്ചയിൽ ജോലിയിൽ അപ്രതീക്ഷിതമായ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. അലസത ഒഴിവാക്കുന്നത് ഗുണകരമാകും. സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കണം എന്നില്ല. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. ഈ ആഴ്ച ബിസിനസ്സിൽ വളരെ കരുതലോടെ ഉള്ള നീക്കങ്ങൾ ആവശ്യമായി വരുന്ന സമയമാണ്. വലിയ ലാഭത്തിനേക്കാൾ നിലവിലുള്ള സാഹചര്യം സുരക്ഷിതമാക്കുന്നതായിരിക്കണം മുൻഗണന നൽകേണ്ടത്. പുതിയ നിക്ഷേപങ്ങൾക്കോ ബിസിനസ് വിപുലീകരണത്തിനോ ഈ ആഴ്ച അനുയോജ്യമല്ല. ബിസിനസ് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വരുമാനത്തിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ള വാരമാണിത്. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. ലോണുകൾക്കോ കടങ്ങൾക്കോ ശ്രമിക്കുന്നവർക്ക് അല്പം കാലതാമസം നേരിടാം. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ദൂരദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ശുഭവാർത്തകൾ ശ്രവിക്കാൻ ഇടയാകും. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. മക്കളുടെ പഠനത്തിലോ കരിയറിലോ ഉള്ള പുരോഗതിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന വിവാഹ തീരുമാനങ്ങളിൽ പുരോഗതിയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ മനസ്സ് അല്പം ചഞ്ചലമാകാൻ സാധ്യതയുണ്ടെങ്കിലും പകുതിയോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം ശുഭകരമാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അലർജിയോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർക്ക് ഈ വാരം തടസ്സങ്ങൾ നീങ്ങി സാമ്പത്തിക നേട്ടവും അംഗീകാരവും ലഭിക്കുമെങ്കിലും ആരോഗ്യത്തിലും
സാമ്പത്തിക ഇടപാടുകളിലും പ്രത്യേകം ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. പുണർദം അവസാനകാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രയത്നത്തിനനുസരിച്ച് ഫലം കിട്ടാൻ അല്പം ക്ഷമ കാണിക്കേണ്ടതായി വരും. ജോലിയിൽ ഉത്തരവാദിത്തം വർദ്ധിക്കും. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് പുതിയ പ്രൊജക്റ്റുകൾ നിങ്ങളെ തേടിയെത്തും. ദീർഘകാലമായി പ്രൊമോഷനോ ശമ്പള വർധനവിനോ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കും. സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഉചിതമാണ്. പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ ആഴ്ച അനുയോജ്യമല്ല. ഈ ആഴ്ച ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളെക്കാൾ ഉപരിയായി നിലവിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മുൻഗണന നൽകുക. വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും നിലവിലുള്ള ബിസിനസ്സിൽ നിന്ന് തൃപ്തികരമായ ലാഭം ലഭിക്കും. അപ്രതീക്ഷിത ചില ചെലവുകൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി വന്നേക്കാം. വരുമാനത്തിൽ വലിയ കുറവുണ്ടാകില്ലെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കോ അനാവശ്യ യാത്രകൾക്കോ വേണ്ടി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. ദീർഘകാലമായി ലഭിക്കാനുള്ള പണമോ കടം കൊടുത്ത തുകയോ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് ലോണുകൾക്കോ മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. പങ്കാളിയുമായി സമയം ചിലവഴിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യം പരിഹരിക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ആലോചനകളിൽ തീരുമാനമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണ്. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ ലഭിക്കും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് വിശ്രമം എടുക്കുക. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ദ്വാര വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽപരമായി ചില അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. ഈ ആഴ്ച ജോലിയിൽ വലിയ മാറ്റങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കാനോ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അനുകൂല സാഹചര്യങ്ങൾ തെളിയും. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ജോലി നോക്കുന്നവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് വിദേശബന്ധമുള്ള ബിസിനസ്സുകളിലോ ഓൺലൈൻ മേഖലകളിൽ ഉള്ളവർക്കോ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. ബിസിനസ് പങ്കാളിയുമായി നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നു. വരുമാനം വർദ്ധിക്കുമെങ്കിലും
അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരാം. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. ശമ്പള വർധനവിനോ ബോണസിനോ കാത്തിരിക്കുന്നവർക്ക് അനുകൂല സൂചനകൾ ലഭിക്കാം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉത്തമം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ മുമ്പ് ഉണ്ടായിരുന്ന തർക്കങ്ങളോ ഈ ആഴ്ച പറഞ്ഞു തീർക്കാൻ സാധിക്കും. പങ്കാളിയുമായി നല്ല ധാരണ പുലർത്താൻ സാധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായോ മാനസികമായോ ഉള്ള പിന്തുണ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വാരം പൊതുവെ അനുകൂലമാണ്. എങ്കിലും കഠിനാധ്വാനവും ശ്രദ്ധയും അത്യാവശ്യമാണ്. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ ഫലം കാത്തിരിക്കുന്നവർക്ക് പോസിറ്റീവായ വാർത്തകൾ പ്രതീക്ഷിക്കാം. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തെളിയുകയോ അപേക്ഷകളിൽ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യത കാണുന്നു. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഇടപെടലുകൾ പല തടസ്സങ്ങളും നീക്കാൻ സഹായിക്കും. മുതിർന്നവരുടെ അനുഗ്രഹം കാര്യവിജയത്തിന് കാരണമാകും. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ദേഷ്യം നിയന്ത്രിക്കുന്നത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ മന്ത്രമോ സൂര്യഗായത്രിയോ ജപിക്കുന്നത് കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായ നീക്കങ്ങൾ വിജയത്തിലെത്തിക്കും. കർമ്മരംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നതിലൂടെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ നേതൃത്വ പാടവം തെളിയിക്കാൻ അവസരം ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കുക. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന വാരമാണിത്. പുതിയ ബിസിനസ് ആശയം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ്. ബിസിനസ് വിപുലീകരണത്തിനായി പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. സാമ്പത്തികമായി ഈ ആഴ്ച അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും പഴയ കടങ്ങൾ കുറച്ചായി വീട്ടാൻ സാധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ചെറിയൊരു തുക മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അവസരങ്ങൾ ഉണ്ടാകും. വീടിൻ്റെ നവീകരണത്തിനായി പണം ചിലവഴിക്കാൻ സാധ്യത കാണുന്നു. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്ന സമയമാണിത്. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കും. ഗണിതം, ശാസ്ത്രം, കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഈ വാരം ഗുണകരമായിരിക്കും. കോളേജ് പ്രവേശനത്തിനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ചേരാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമായ മറുപടി ലഭിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കഫ സംബന്ധമായ അസുഖങ്ങളോ അലർജിയോ വരാതെ ശ്രദ്ധിക്കുക. ബുദ്ധിപരമായ തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും വിജയം നൽകും. സാമൂഹിക രംഗത്ത് ബഹുമാനം വർദ്ധിക്കും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരം അനുകൂലമായതിനാൽ പല കാര്യങ്ങളിലും ആശ്വാസകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും.
പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കലാരംഗത്തോ മാധ്യമരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യത കാണുന്നു. നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച നല്ല ഓഫറുകൾ ലഭിക്കാം. പ്രത്യേകിച്ച് IT, ഡിസൈൻ, ഫാഷൻ, മീഡിയ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. തൊഴിൽ സംബന്ധമായ യാത്രകൾക്ക് ഈ ആഴ്ച തുടക്കം കുറിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ പുതിയ പ്ലാനുകൾ നടപ്പിലാക്കാൻ സാധിക്കും. വിദേശത്തു നിന്നോ ദൂരദേശത്തു നിന്നോ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഈ ആഴ്ച കണ്ടു തുടങ്ങും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ആഡംബര വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ വലിയ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. അപ്രതീക്ഷിതമായി കൈവശം പണം വന്നു ചേരാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും ആഡംബര വസ്തുക്കൾക്കോ വിനോദയാത്രകൾക്കോ വേണ്ടി അമിതമായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. മുമ്പ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കുന്നത് ആശ്വാസകരമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. ക്രിയേറ്റീവായ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കും. സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിച്ചവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. സ്കൂൾ അല്ലെങ്കിൽ കോളേജ് തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങളോ പ്രശംസയോ ലഭിക്കാൻ യോഗമുണ്ട്. ഉപരിപഠനത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചർമ്മ സംബന്ധമായ അലർജിയുള്ളവർ അല്പം ശ്രദ്ധിക്കുക. കൃത്യമായ ഉറക്കം ശീലിക്കുന്നത് ഉന്മേഷം നൽകും. പല കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകും. അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധിക്കുക. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനകാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലം ലഭിക്കുന്ന വാരമാണിത്. ജോലിസ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. ചിലർക്ക് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ശത്രുക്കളുടെ നീക്കങ്ങളെ ബുദ്ധിപരമായി പ്രതിരോധിക്കാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ കഴിവും കൃത്യനിഷ്ഠതയും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. സാങ്കേതികവിദ്യ, പ്രതിരോധം, പോലീസ്, നിയമം, മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം കൂടുതൽ തിളങ്ങാൻ സാധിക്കും. സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കുന്നത് ഉത്തമമായിരിക്കും. ബിസിനസ്സിൽ സാവധാനത്തിലുള്ള പുരോഗതി ദൃശ്യമാകും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആഴ്ചയുടെ പകുതിയോടെ ലാഭം പ്രതീക്ഷിക്കാം. മന്ദഗതിയിലായിരുന്ന പല ഇടപാടുകളും ഈ ആഴ്ച വേഗത പ്രാപിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ സുതാര്യത പുലർത്തുക. ചെറിയ സംശയങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാതെ നോക്കുക. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭം ഉണ്ടായേക്കാം. എന്നാൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കുക. ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. വീടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നു. എങ്കിലും അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ സമയമാണിത്. അലസത പഠനത്തെ ബാധിക്കാതെ നോക്കുക. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. പ്രാക്ടിക്കൽ എക്സാമിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഗവേഷണത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനോ പ്രബന്ധങ്ങൾ സമർപ്പിക്കാനോ അനുയോജ്യമായ സമയമാണ്.
തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊജക്റ്റുകൾ പുനരാരംഭിക്കാൻ സാധിക്കും. രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ജാഗ്രത പാലിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. മുൻകോപം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. പൊതുവെ ആശ്വാസകരമായ മാറ്റങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വിസാ നടപടികളോ അറിയിപ്പുകളോ ലഭിച്ചേക്കാം. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ നിക്ഷേപങ്ങൾക്കോ വിപുലീകരണത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച നല്ലതാണ്. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭമുണ്ടായേക്കാം. എങ്കിലും പഴയ കടങ്ങൾ വീട്ടിത്തീർക്കുന്നതിനായി കുറച്ച് പണം മാറ്റിവെക്കേണ്ടി വരും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കുടുംബജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വാരമാണിത്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാകാം. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ തീരുമാനമാകും. മക്കളുടെ പഠനത്തിലോ കരിയറിലോ ഉള്ള പുരോഗതിയിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. എങ്കിലും പേശീവേദനയോ അല്ലെങ്കിൽ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാനസികമായ ഉന്മേഷം വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ആത്മവിശ്വാസവും വർദ്ധിക്കും. യാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. അപരിചിതരായ വ്യക്തികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടരുത്. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില സുപ്രധാന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. എങ്കിലും അവ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് കഠിനാധ്വാനം വർദ്ധിക്കുമെങ്കിലും അതിൻ്റെ ഫലം താമസിയാതെ ലഭിക്കും. പുതിയ പ്രൊജക്റ്റ് നേതൃത്വം എടുക്കുന്നതിനോ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി മേലുദ്യോഗസ്ഥരിൽ നിന്നും സംസാരിക്കുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് നല്ലതാണ്. രഹസ്യമായ നീക്കങ്ങൾ നടത്തുന്ന ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വാരത്തിൻ്റെ അവസാനത്തോടെ ശുഭസൂചനകൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ബിസിനസ് പങ്കാളിയുമായി കൃത്യമായ ധാരണ ഉണ്ടാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. ഭൂമി ഇടപാടുകളിലോ നിർമ്മാണ മേഖലയിലുള്ളവർക്ക് ലാഭം ഉണ്ടാകും. എങ്കിലും രേഖകൾ പരിശോധിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. സ്ഥിരമായ വരുമാനത്തിനു പുറമെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യത കാണുന്നു. അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. ആർക്കും വലിയ തുകകൾ കടം കൊടുക്കരുത്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. കുടുംബത്തിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അവസരങ്ങൾ വന്നു ചേരും.
ജീവിത പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ സംയമനം പാലിക്കുക. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന വാരമാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. നട്ടെല്ല്, സന്ധികൾ, കാൽമുട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട വേദനകൾ വരാൻ സാധ്യതയുള്ള വാരമാണിത്. ദീർഘദൂര യാത്രകളിൽ വിശ്രമം ഉറപ്പാക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. കഠിനാധ്വാനത്തിലൂടെ തടസ്സപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനും കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധിക്കും. അനാവശ്യമായ മുൻകോപം നിയന്ത്രിക്കുകയും സാമ്പത്തിക ഇടപാടുകളും ദൂരയാത്രകളിലും അതീവ ശ്രദ്ധ പുലർത്തുക. ശനിയാഴ്ചകളിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ആഴ്ചയിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അതീവ ജാഗ്രതയും അതേസമയം ക്രിയാത്മകമായ നീക്കങ്ങളും ആവശ്യമാണ്. ഈ വാരം ഔദ്യോഗിക ജീവിതത്തിൽ സമ്മിശ്ര ഫലമാണ് ദൃശ്യമാകുന്നത്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് മൂലം മാനസികമായ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കോ തസ്തികയിലേക്കോ മാറ്റം വരാൻ സാധ്യത കാണുന്നു. കരിയറിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധിക്കുക. ആഴ്ചയുടെ അവസാനത്തോടെ ശുഭസൂചനകൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിനോ ഈ ആഴ്ച അത്ര അനുയോജ്യമല്ല. നിലവിലുള്ള ബിസിനസ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ നിയന്ത്രണം ആവശ്യമായ വാരമാണിത്. അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ കുടുംബസ്വത്തിൽ നിന്നോ ധനലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും. കുടുംബ ബന്ധങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പങ്കാളിയോട് തുറന്നു സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ ധ്യാനവും പ്രാണായാമവും ശീലിക്കുക. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായ അറിവുകൾ ലഭിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പ്രബന്ധങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കും. ശാരീരികമായ തളർച്ചയോ പേശീവേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കണ്ണിനും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും പ്രത്യേകം ശ്രദ്ധ വേണം. കൃത്യമായ ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണവും ശീലിക്കുക. തടസ്സങ്ങൾക്കിടയിലും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടിനും സാധ്യത കാണുന്നു. അനാവശ്യ ഭയം ഒഴിവാക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനകാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമായ സമയമാണ്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ആവശ്യമായി വരുമെങ്കിലും അതിൻ്റെ ഫലം ഉടൻ ലഭിക്കണമെന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിക്കണമെന്നില്ല. നിങ്ങളുടെ വിജയത്തിൽ അസൂയ ഉള്ളവർ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ഔദ്യോഗിക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. തൊഴിൽപരമായ യാത്രകൾക്ക് സാധ്യത കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഴ്ചയുടെ അവസാനത്തോടെ അനുകൂലമായ മറുപടികൾ ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഈ വാരം മിതമായ ലാഭം പ്രതീക്ഷിക്കാം. വലിയ തുകകൾ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതിനു മുമ്പ് വിദഗ്ധോപദേശം തേടുക. പങ്കാളിത്ത ബിസിനസ്സിൽ സുതാര്യത ഉറപ്പുവരുത്തുക. ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ നിയന്ത്രണം ആവശ്യമായ സമയമാണിത്. അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും
വീടിൻ്റെയോ വാഹനങ്ങളുടെയോ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. വലിയ തുകകൾ കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ വാരം ഒഴിവാക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. ഭാഷ, സാഹിത്യം, നിയമം, മനഃശാസ്ത്രം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ സമയമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ, കാലുകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. യാത്രാവേളകളിൽ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.